അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു നാള് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു ദൂതനെ ആതിക ബീവി റളിയല്ലാഹു അൻഹയെ മുട്ടക്കടത്തൽ, അതായത് ആതിക ബീവി റളിയല്ലാഹു അൻഹയെ മങ്ങിലാവുകയായിട്ടുള്ള ഒരു വിവാഹ ആലോചനയായിട്ടാണ് കടത്തരുത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആതിക ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലും, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താക്കണ്ട, നന്റെ മങ്ങിലാവണ്ട. കാരണം നിങ്ങളെ പോലത്തെ ഒരു മഹാനായ മനുഷ്യന് ഷഹീദാവിടുത്തെ കാണുവാൻ എനിക്ക് എന്തില്ല, ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, നണ്ട് മങ്ങിലാവണ്ട. നാണ് ആരെ മങ്ങിലായ അങ്ങെല്ലാവരും എന്തായിട്ടുള്ളാറ്, ഷഹീദായിട്ടുള്ളാറ്. അതുകൊണ്ട് നിങ്ങൾ നൻ്റെ മങ്ങിലാവണ്ടാണ്ട് ചൊന്തു. അപ്പോൾ ഇത് കേട്ട്, ഈ ഒരു പ്രതികരണം കേട്ടെങ്കിൽ അലി റളിയല്ലാഹു അൻഹു ചൊന്തു, ആരെങ്കിലും ഷഹീദാവുക ആശ ഇന്നേണ്ട് കണ്ടെങ്കിൽ, അതായത് ഷഹാദത്ത് നിങ്ങൾക്ക് ബേനുണ്ട് കണ്ടെങ്കിൽ, ഷഹീദാവനുണ്ട് മനസ്സിനെങ്കിൽ, നിങ്ങൾ എന്താക്കറോ ആതിക ബീവി എന്താവറോ മങ്ങിലാവറോ എന്നുള്ള രീതിയിൽ ഒരു തമാശ രൂപേണ എന്തായിട്ടും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചൊന്തു. എന്തായിരിക്കും അലി റളിയല്ലാഹു ഇങ്ങനെ ചൊല്ലുകയുള്ള കാരണം? അതായത് ആതിക ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹുവിൻ്റെ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുകയുള്ള കാരണം എന്തായിരിക്കും? ആ ഒരു ചരിത്രമാണ്, അതായത് ആതിക ബീവി റളിയല്ലാഹു അൻഹ ഒരു ചരിത്രമായിട്ട് ഉണ്ട്. ഞങ്ങൾ എന്താക്കരുത്, പഠിക്കുക കൊണ്ടത്. ബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി അവിടുത്തെ മുന്നല്ലോ ഏകദൈവമായ അള്ളാഹുരെ തേടിയോണ്ട് പോയ ഒരു ആളുണ്ട്, സെയ്ദ് ബിൻ അംർ ചൊല്ലുന്ന ഒരാൾ. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാളെ കുറിച്ച് ചൊന്നത് അവസാന കാലഘട്ടത്തിൽ, അതായത് സ്വർഗത്തേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രൂപ്പ് പോണ്ട്. അത് ഈ സെയ്ദ് ബിൻ അംർ റളിയല്ലാഹുവിൻ്റെ ഒരു കൂട്ടായിട്ടിരിക്കുക. അതായത് ഇയാള് വഫാത്തായത് എപ്പോൾ ചൊന്നേണ്ടെങ്കിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി അവിടുത്തെ മുന്നോലാണ് ഇയാൾ എന്തായത് വഫാത്തായത്. അപ്പോൾ ഇയാളുടെ പ്രത്യേകത എന്തൊരു ചൊന്നേണ്ടെങ്കിൽ ഏക ഇലാഹായ അള്ളാഹുടെ ആരാധിച്ചവർ ആളാണ്. അപ്പോൾ ഏകദൈവമായ അള്ളാഹുരെ തേടിക്കൊണ്ട് പോയ ഒരു ആളാണ്. അതായത് അള്ളാഹുരെ വിശ്വാസം ഉണ്ടായിട്ട് ആ ഒരു മത കിട്ടാണ്ട് അള്ളാഹുകളിലെ ആ ഒരു മത യോടുകൊണ്ട് തേടിയും പോയ ഒരു ആളും കൂടിയാണ് ഈ സെയ്ദ് ബിൻ അംർ ചൊല്ലുന്ന ആൾ. നസ്രാനികളുടെ പോയിട്ട് കേൾക്കറ്, നിങ്ങളെ മതം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പഠിപ്പാട്ടി തരണമൊക്കെ അള്ളാഹുടെ ഒന്ന് ആരാധിക്കണം, ആ ഒരു രൂപത്തിൽ കേൾക്കറ്. അപ്പം നസ്രാനിങ്ങൾ ചൊല്ലാറ്, ഞങ്ങൾക്ക് ചൊല്ലത് അള്ളാഹുരെ കോപ കിട്ടിയെങ്കിൽ ഒരു കൗമായിട്ട് കിറന്നങ്ങ, അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, ഞങ്ങളെ മതത്തിൽ കൂടണ്ട. അതേപോലെ പിന്നെ ജൂതമതങ്ങളിട്ട് പോയിട്ട് കേൾക്കറ്, നിങ്ങളെ മതത്തെ കുറിച്ചും തുറന്നക്ക് അള്ളാഹുവിനക്ക് തേടണം, അതായത് അള്ളാഹുവിനൊക്കെ ആരാധിക്കണം. അതുപോലെ നിങ്ങളെ മതം എങ്ങനെയായിട്ട് കേൾക്കുമ്പോൾ അപ്പോൾ ജൂതരങ്ങ ചൊല്ലാറ്, ഞങ്ങൾ അള്ളാഹുടെ അറസ കിട്ടിയ ഒരു കൗമായിട്ട് കിറ, അപ്പം നിങ്ങൾ എന്താക്കണ്ട, ഞങ്ങളെ മതത്തിൽ കൂടണ്ട. ഞങ്ങളെ മതത്തിൽ കൂടുക കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ഞങ്ങൾ എന്തായിട്ട് അള്ളാഹുടെ കോപം കിട്ടിയ ഒരാളായിട്ട് കിറാറുണ്ട്. അപ്പാണ് ഈ സെയ്ദ് ബിൻ അംർ ചൊല്ലത്, നാണ് അള്ളാഹുടെ ദ്വേഷം കിട്ടാണ്ടിക്കോ ബേനായിട്ട് ഇങ്ങനെയല്ല ആക്കിയോണ്ടുള്ളതുകൊണ്ടാണ് മൂപ്പർ ചൊല്ലത്. അപ്പോൾ ലാസ്റ്റ് അവസാനം ഈ ജൂതനായ ആൾക്കാരും ജൂത പണ്ഡിതന്മാരും അതേപോലെ നസ്രാനിയായ പണ്ഡിതന്മാർ ചൊല്ലത്, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കേണ്ട കണ്ടെങ്കിൽ നിങ്ങൾ ഹനീഫി ആയിട്ട് ജീവിക്കൊണ്ടാണ്. ഹനീഫി ചെന്നെങ്കിൽ അക്കാലഘട്ടത്തിൽ, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമരെ ആ ഒരു വിശ്വാസപ്രകാരം, അതായത് ഏകദൈവം മാത്രം വിശ്വസിച്ചിട്ട് നടന്നെങ്കിൽ ചില ആൾക്കാരെന്നാറ് അതിൽപ്പെട്ട ഒരാളായിട്ട് ഈ സെയ്ദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ആള്. അപ്പോൾ ഇയാൾ സ്വർഗം കൊണ്ടിട്ട്, അത് സ്വർഗത്ത് പ്രവേശിക്കുന്ന ഒരാളും കൂടിയാണ് സെയ്ദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ആൾ. ഇയാൾ പിന്നെ ഒരു ശ്രേഷ്ഠത ചൊന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്താക്കിയുണ്ടല്ലോ, വിഗ്രഹ ആരാധന ആക്കിയോണ്ടില്ല എന്ന്. വിഗ്രഹ ആരാധന ആക്കിയോണ്ടില്ലാത്തതിന് മാത്രമല്ല, വിഗ്രഹ ആരാധന ആക്രങ്ങളെ എതിരും ഇയാൾ എന്താക്കിയിട്ട് ചൊന്നോണ്ടിന്ത് നിണ്ടോ ഇന്ത് ഇങ്ങ വിഗ്രഹ ആരാധിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിട്ട് പോയിട്ട് ചൊന്നോ ഇന്ത്. അതായത് നിങ്ങൾ ഒരു ആട്, അതായത് അള്ളാഹു ഉണ്ടാക്കിയ ഒരു ആട്, അതായത് അള്ളാഹു സൃഷ്ടിച്ച ഒരു ആട്, ಅದಕ್ಕೆ ಬೇನಾಯ ಭಕ್ಷಣ ಕೊಡುಕೊಡೋದು, ಅದಕ್ಕೆ ಬೇನಾಯಿ ತಿನ್ನೋ ಕೊಡುಕೊಡೋದು ಆರಾണ്? അള്ളാഹുവാണ്. ആകാശത്ത് നിന്ന് മല ബന്ത് അത് ഭൂമിക്ക് പൊള്ളു, ആ ഭൂമിയിൽ നിന്ന് പുല്ലവിടെ, ആ പുല്ലാണ് ഏത് തിന്നിടത്, ഈ ആട് തിന്നിടത്. ഈ ആട് എന്താവും, പിന്നെ ബലിയാവും. എന്നിട്ട് അള്ളാഹു ഉണ്ടാക്കിയെങ്കിൽ ഈ ഒരു ആടിനെ നിങ്ങൾ എന്താക്കാറ്, അള്ളാഹു അല്ലാത്ത ഒരു ബിംബത്തിന് നിങ്ങൾ എന്താക്കിയ ഒരു ബലി അറുത്ത് കൊടുത്തോല്ലാറല്ലേ? ഇത് സമ അല്ലാണ്ട് ആറ് ചൊന്നോയിന്ത് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ചൊന്നോയിന്ത്. അതേപോലെ ഇയാളെ പിന്നൊരു ശ്രേഷ്ഠത എന്തിനാണ് ചൊന്നേണ്ട കണ്ടെങ്കിൽ, ഈ അണ്ടകാല
കാലഘട്ടത്തിൽ, അതായത് 300 ജാഹിലിയ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ പെൺമക്കളെ എന്താക്കിയോ എന്നാറ് ജീവത്തിൽ പൂത്തി എന്നാറ്. ഈ സന്ദർഭത്തിൽ സെയ്ദ് ബിൻ അംർ പോയിട്ട് അങ്ങോട്ട് ചൊന്നോയിന്ത് റളിയല്ലാഹു അൻഹു, ഇയാൾ പോയിട്ട് ചൊന്നോയിന്ത്, അതായത് നിങ്ങൾ ഈ മക്കൾ എന്താക്കണ്ട, കൊല്ലണ്ട, നിങ്ങൾക്ക് ഈ മക്കളെ ബൽത്തുക ആയില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുറ നക്ക് തരും, നാണ് ഈ കിട ഈ മക്കൾ എന്താക്കറ ബൽത്തിയിട്ട് ബെല്ലാക്കറ. അങ്ങനെ കുഴിച്ചു മൂടി നിങ്ങൾ അങ്ങനെ പൂത്തിയോ ഇന്ന ആ ചെറിയ ചെറിയ പെൺമക്കളെ ഇയാൾ എന്താക്കിയോ ഇത് കൂട്ടിയം പോയിട്ട് അങ്ങനെ ബെല്ലിയാക്കിയിട്ട് മങ്ങിലാവിടെങ്കിൽ ബയസത്ര സന്ദർഭത്തിൽ ഈ പെൺമക്കളെ എന്താക്കിയിട്ട് ഞങ്ങൾ അപ്പുറം മുട്ട കൂട്ടിയെ പോയിട്ട് ചൊന്നോ ഇതാ ഈ കിടാവ് ഇപ്പോൾ ബെല്ലായിട്ട് നിങ്ങൾ ഇപ്പോൾ മങ്ങിലാക്കുക അവിടെയെങ്കിൽ മങ്ങിലാക്കി കൊടുക്കുറോ, ഇല്ല നിങ്ങൾക്ക് മങ്ങിലാക്കുക ആവില്ലെന്ന് ചൊന്നെങ്കിൽ എൻ്റെ അടുത്തുള്ളവർ ഞാൻ ഇതാക്കിற മങ്ങിലാക്കി കൊടുക്കുറ. അങ്ങനെ മങ്ങിലാക്കി കൊടുത്തു എന്ന ഒരാളും കൂടിയാണ് ഈ സെയ്ദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ സെയ്ദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണ് ആറ് ബഹുമാനപ്പെട്ട ആതിക ബീവി റളിയല്ലാഹു അൻഹ. ആതിക ബീവി റളിയല്ലാഹു അൻഹയുടെ എലൗണാണ് സഅദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അതായത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ എലൗലായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹരെ മങ്ങിലായങ്കത്തെ ആള്, അതായത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹരെ മാപ്പിളാണ് ആറ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഒരു ശ്രേഷ്ഠത അത് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചൊന്നേണ്ട കണ്ടെങ്കിൽ സ്വർഗത്ത് പ്രവേശിക്കുന്ന 10 ആൾക്കാർ അഷ്റത്തുൽ മുബശ്ശിരീൻ ചൊല്ലും. സ്വർഗത്ത് കിടക്കണമെങ്കിൽ 10 ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ആറ് ഈ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ ഒരു സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹുവിൻ്റെ സഹോദരിയും കൂടിയാണ് ആറ് ബഹുമാനപ്പെട്ട ആതിക ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇത്ര ചൊന്നത് ബഹുമാനപ്പെട്ട ആതിക ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു മഹത്വമാണ് ചൊന്നത്, ആ ഒരു കുടുംബ മഹിമയാണ് ഞാനിപ്പോൾ ചൊന്നത്. ഇനി ആതിക ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ ഞങ്ങൾ പണ്ടേണ്ട കണ്ടെങ്കിൽ ആതിക ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലത് അക്കാലഘട്ടത്തിൽ മക്കത്തിൽ ഏറ്റവും വലിയ സുന്ദരിയായ ഒരു പെണ്ണായിട്ട് ഇത് ആറ് ആതിക ബീവി റളിയല്ലാഹു അൻഹ. അതേപോലെ സുന്ദരി മാത്രമല്ല നല്ല ബുദ്ധിമതിയായ ഒരു പെണ്ണും കൂടിയായിട്ട് ഇത് ആതിക ബീവി റളിയല്ലാഹു അൻഹ. അതിലും മേലായിട്ട് ചൊല്ലേണ്ട കണ്ടെങ്കിൽ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കവിയത്രിയായിട്ട് ഇത് ആറ് ആതിക ബീവി റളിയല്ലാഹു അൻഹ. അതായത് മക്കത്തിൽ ഒരു കവി അവിടെ കണ്ടെങ്കിൽ അങ്ങ് വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ് അവിടെ ഉള്ളത്, അത് വലിയൊരു ക്വാളിറ്റി ഉള്ള ഒരു ആളായിട്ട് ഇക്കറാറ് അങ്ങാണ്ടാണ് അർത്ഥം. ബുദ്ധിമതിയും അതേപോലെ സുന്ദരിയും അതേപോലെ ഒരു കവിയത്രിയുമായ ആളായിട്ട് ഇത് ആറ് ബഹുമാനപ്പെട്ട ആതിക ബീവി റളിയല്ലാഹു അൻഹ. ഈ ആതിക ബീവി റളിയല്ലാഹു അൻഹരെ ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് മങ്ങിലാവുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വലിയ മോനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹാണ് എന്താണ് ഫസ്റ്റായിട്ട് മങ്ങിലാവുന്നത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹും എന്തായിട്ട് വലിയൊരു കവിയായിട്ട് ഇക്കറ്. അപ്പോൾ ഈ ജണ്ടാലും കവിയാണ്, പെഞ്ഞയും കവി അതേപോലെ മാപ്പിളയും കവി, ജണ്ടാലും വലിയ കവിയാണ്. മാത്രമല്ല അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും അതേപോലെ ആതിക ബീവി റളിയല്ലാഹു ഇങ്ങ ജണ്ടൽ നല്ലോണം സ്നേഹിച്ച ആൾക്കാരാണ്. ആതിക ബീവി റളിയല്ലാഹു അൻഹു അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചൊന്നെങ്കിൽ അത്രയും ജീമാണ്, അത്രക്കും പിർസാണ്. അതേപോലെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അങ്ങനെ ആതിക ബീവി റളിയല്ലാഹു അൻഹു ചൊന്നെങ്കിൽ അത്രക്കും പിർസാണ്. അല്ല നല്ലോണം പിർസത്തിലൂടെ ജീവിച്ച ആൾക്കാരാണ് ഇങ്ങ ജണ്ട ആൾക്കാർ. അതായത് ഇങ്ങനെ പിർസ എത്രത്തോളം എത്തിയെത്തും ചൊന്നെങ്കിൽ ഇങ്ങനെ പിർസ എത്രത്തോളം ചൊന്നെങ്കിൽ ഇങ്ങ എന്താക്കിയൊന്ന് പരസ്പരം ഇങ്ങ എന്താ കവിത ചൊന്നോണ്ടിന്നാറ് അങ്ങനെ കാര്യത്തെ കവിത എല്ലാം ആക്കിയിട്ട് ചൊന്നോയിന്നാറ്. അപ്പോൾ ഈ ഒരു പിർസ എത്രത്തോളം ഇന്ത് ചൊന്നു കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ ഇത് എന്തായത് ഈ ഒരു പിർസ സ്വർത്തുക എഫക്റ്റ് ബന്ത്, അതായത് സ്വർത്തുക പോകേണ്ടത് തെല്ല കൊരടിയായിട്ട് ബന്ത്. അതേപോലെ അതിരാണ്ടി ഉപരി ചൊല്ലേണ്ട കണ്ടെങ്കിൽ ദീനിയായ കാര്യത്തും എന്തായിട്ട് ഇത് വലിയൊരു അടച്ചനായിട്ട് ബന്ത് ഈ ഒരു പിർസ. ഒരു നാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കരിക്കുവാനായിട്ട് പള്ളിക്ക് പോകേണ്ടതാണ്. ഈ പള്ളിക്ക് പോകേണ്ട സന്ദർഭത്തിൽ ഈ മാപ്പിള പെഞ്ഞയോടുള്ളവർ അവത്തെ പുറത്തിങ്ങനെ തെച്ചിട്ടുള്ളവർ. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് പോയിട്ട് നിസ്കരിച്ച് റിട്ടേൺ പണ്ട സന്ദർഭത്തിൽ ഇങ്ങ ജണ്ടലിയോടുള്ളവർ അതേ ജാഗയിലുള്ളവർ എന്തായിട്ടില്ല എഞ്ചു പോയിട്ടില്ല. അതായത് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്തായിട്ടില്ല ജമാഅത്ത് വന്നിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അപ്പം അത്രക്കും ഇതെന്തായിട്ട് ഇസ്ലാമുക ഇല്ലെങ്കിൽ ഇബാദത്ത് ഇതെന്തായിട്ട് വലിയൊരു അടച്ചനെ ആയിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായിട്ട് ഇത് ഭയങ്കര ഒരു ബേജാറായിട്ട്, അതായത് ദീൻ്റെ കാര്യത്തിലും ഇങ്ങെന്തായത് ഈ ഒരു പിരിസ ദീൻ്റെ കാര്യത്തിൽ എന്താ അടച്ചനായിട്ട് ബന്ധല്ലേ എന്നുള്ളൊരു ചിന്ത ആർക്ക് ബന്ധ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബന്ധ്. ആ സന്ദർഭത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കിയത് അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചൊന്തു, അതായത് മോനായ അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചൊന്തു, നീ എന്താക്കും ഈ പെണ്ണിൻ്റെ തലാഖ് ചൊല്ലണം, അതായത് ആതിക ബീവി റളിയല്ലാഹുവിൻ്റെ നീ എന്താക്കും തലാഖ് ചൊല്ലണം. അതായത് എന്തുകൊണ്ട് ഇത് ഒരു നിസ്കാരത്തു കൂടിയാണ് എന്തായത് അടി വന്നത്. അബ്ദുള്ള റളിയല്ലാഹു ബേജറായിട്ട് എങ്ങനെ ഞാനിപ്പോൾ ഇത് തലാഖ് ചൊല്ലേ. പക്ഷേ ബാപ്പറെ നിർബന്ധ പ്രകാരം എന്താക്കിയത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും ആതിക ബീവി റളിയല്ലാഹു അൻഹയുടെ തലാഖ് ചൊല്ലും. അങ്ങനെ തലാഖ് ചൊന്നാൽ പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഭയങ്കര ബേജാറിലാണ് പിന്നീട് ജീവിതം നയിക്കുന്നത്.
ഇരിക്കുക. അതായത് പെഞ്ഞയില്ലാണ്ട് ഭയങ്കര ബേജാറിൽ ഒരുപാട് കവിതകൾ ഇങ്ങനെ ചൊന്നോണ്ടി. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മോൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട്, അതായത് പെഞ്ഞേരി ഇല്ലാണ്ട്, അതായത് തൊലാക്ക് ചൊന്ന ആ ഒരു ബേജാറും ആ പിരിസവും കണ്ടിട്ട് പിന്നീട് എന്താക്കറ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലും, നീ എന്താക്ക് രണ്ടാമതായിട്ട് ആതിഖ് റളിയല്ലാഹു അൻഹു നീ എന്താക്ക് തിരിച്ചെടുത്തോളൂ എന്ന് ചൊല്ലും. അതേ രണ്ടാമതും അങ്ങന്തോട് വന്നിക്രാറ് ആറ് ബഹുമാനപ്പെട്ട ആതിഖ ബീബി റളിയല്ലാഹു അൻഹയും അതേപോലെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മോനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നാൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ത്വായിഫ് യുദ്ധത്തിൽ എന്താണ് പോകേണ്ടത്. ഈ ത്വായിഫ് യുദ്ധത്തിൽ പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് ത്വായിഫ് യുദ്ധം ആക്കുന്ന സന്ദർഭത്തിൽ ശത്രുപക്ഷത്തിൽ നിന്ന് പെട്ട ഒരു അമ്പ് ഒരു ബില്ല് വന്നിട്ട് എന്താ അവിടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മോനായ അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ മേലേക്ക് പോണ്ടിട്ടു. അങ്ങനെ ആ ഒരു ഇതിലായിട്ട് ഇല്ലെങ്കിൽ ആ ഒരു നമ്പലായിട്ട് പിന്നീട് എന്താ അവിടെ മദീനയിൽ വെച്ചിട്ട് ആറ് വഫാത്താവിടും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുള്ള റളിയല്ലാഹുവിൻ്റെ വഫാത്താവിടും. അങ്ങനെയാണ് ആദ്യമായിട്ട് എന്താ അവിടെ ഒരു ഷഹീദ് ഉണ്ടാവുന്നത്. അതായത് ആതിഖ ബീബി റളിയല്ലാഹു അൻഹയെ ഫസ്റ്റ് മാപ്പിലായ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ ഫസ്റ്റ് ആയിട്ട് വഫാത്താവിടുന്നു. ഇങ്ങനൊരു പിരിസ ചുന്നേണ്ട കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്താവിടെ മുന്നല്ല മരിക്കുന്നത് മുന്നല്ല. അതായത് ഈ ഒരു ഷഹീദ് കൂലിയാണ്, അതായത് ഷഹീദ് അവിടുന്നാണ് ആറ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു. അപ്പോൾ ഈ വഫാത്താവിടത്തിന് മുന്നല്ലോ എന്താക്കളും ഒരുപാട് സ്വത്ത് ആറ് എഴുതി കൊടുക്കറു ബഹുമാനപ്പെട്ട ആതിഖ ബീബി റളിയല്ലാഹു അൻഹു എഴുതി കൊടുക്കറു. അതായത് നീ എന്താക്കു തീര ജണ്ടമതായിട്ട് നീ ഒരു മങ്ങിലാവു തീരാം, നീ എന്താക്കണോ ഇത് നിക്ക് ബേന ജീവിക്കുള്ള സ്വത്ത് ഞാൻ എന്താക്കറ തൻ്റെ ചുന്തി എഴുതി കൊടുക്കുന്നതാണ് ആറ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അങ്ങനെ അതിൽ പിന്നെ ബഹുമാനപ്പെട്ട മഹദി അവരുടെ യുദ്ധ കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാഹാലോചനയായിട്ട് രണ്ടാമത്തത് പോകേണ്ടതാണ് ആറ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനായി ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കട് പോയിട്ട് ആരട്ടെ ഈ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തിട്ട് ആരട്ടെ ബഹുമാനപ്പെട്ട ആതിഖ ബീബി റളിയല്ലാഹു അൻഹ ആരട്ടെ. ആ സന്ദർഭത്തിൽ ആതിഖ ബീബി റളിയല്ലാഹു അൻഹു ചൊല്ലു നക്കെന്താക്കാവില്ല അല്ലെങ്കിൽ മങ്ങിലാവുകാവില്ല. കാരണം നാനുമായിട്ടും അതേപോലെ അബ്ദുള്ളമായിട്ടുള്ള ഒരു എന്തുണ്ട് ഒരു കരാറുണ്ട്. അതായത് ഒരു ഇത്ര സ്വത്തും തന്നിട്ട് നീ പിന്നെ ഒരു മങ്ങിലാവുക തീരാച്ചുണ്ട്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലും, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യത്തെ നിങ്ങൾ ഹറാമാക്കടേ മാട്ടും. അതായത് അത് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മങ്ങിലാവുക എന്താക്കിയത് ഹലാലാക്കിയത്, പക്ഷെ നിങ്ങൾ അതിൽ എന്താക്കിയുള്ളവർ ഹറാമാക്കിയിട്ടുള്ളവരല്ലേ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒട്ടിക്ക് ആതിഖ ബീബി റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്, എന്നാലും നാണ് ഇങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് മങ്ങിലാവട്ടെ ഈ സ്വത്തുറന്നാണ് എന്താക്കട്ടെ. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആതിഖ ബീബി റളിയല്ലാഹുവിൻ്റെ ഒട്ടിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലും, ഈ സ്വത്തുറ നിങ്ങൾ എന്താക്കറും ആ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കറു, അങ്ങനെ കുടുംബത്തിന് നിങ്ങൾ കൊടുക്കറു. അതായത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉണ്ടും അതുപോലെ ബാക്കി കുടുംബത്തെ അങ്ങുള്ളവർ അങ്ങനെ നിങ്ങൾ കൊടുക്കറു ചൊല്ലും. അങ്ങനെ ഇതെല്ലാം നടക്കുന്നത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ പിന്നെയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ആതിഖ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കറ് ആ ഒരു സ്വത്തെല്ലാം ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ അങ്കെല്ലാം കൊടുത്തിട്ടും അങ്ങനെ ആരുടെ മങ്ങിലാവിടും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ മങ്ങിലാവിടും. ഈ ഉമർ റളിയല്ലാഹുവിൻ്റെ മങ്ങിലാവിടും സന്ദർഭത്തിൽ രസകരമായ കാര്യമുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ മങ്ങിലാവിടും സന്ദർഭത്തിൽ ഒരു കരാർ എഴുതിയിട്ട് എടുക്കൂട്. അതായത് ഒരു നിബന്ധന എന്താക്കു തീരാ, ഒന്നാമത് നക്ക് നിങ്ങൾ എന്താക്കു തീരാ അടിക്കൂ തീരാ. അതേപോലെ നക്ക് എന്താക്കുന്നു ഇമാം ജമാഅത്ത് ആവുകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബിയിൽ നക്ക് പറഞ്ഞു. ഈ ഒരു കാര്യം എന്താക്കറ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ എഴുതിയിട്ട് എന്ത് കേട്ടിട്ട് എഴുതുവാട്ടിട്ട് എല്ലാം എടുത്തോളൂ കരാറാക്കട്. അതൊക്കെല്ലാം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു എന്താക്കറ് ഒപ്പിടും. ഉമർ റളിയല്ലാഹു മനസ്സിലെങ്കും ഉമർ റളിയല്ലാഹു എന്താക്കട് ഒപ്പിടും. അങ്ങനെ ആ ഒരു കരാറിൽ എടുത്തിട്ട് ഇല്ലെങ്കിൽ ആ ഒരു കരാറെല്ലാം ഉണ്ടാക്കിയാൽ പിന്നെ ബഹുമാനപ്പെട്ട എന്താവടും ഉമർ റളിയല്ലാഹുവിന് അരമങ്ങിലോടും ആതിഖ ബീബി റളിയല്ലാഹുവിന് അരമങ്ങിലോടും. അങ്ങനെ ആതിഖ ബീബി റളിയല്ലാഹുവിൻ്റെ മങ്ങിലായ ഒരു സന്ദർഭത്തിൽ വലീമ കൊടുക്കറേ, അതായത് വലീമ കൊടുക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആറ് ബണ്ട് അലി റളിയല്ലാഹുവിന് ബണ്ട്. അങ്ങനെ അലി റളിയല്ലാഹുവിന് ബണ്ട് അലി റളിയല്ലാഹു വന്ന സമയത്തിൽ അലി റളിയല്ലാഹുവിന് എന്താക്കറ് തമാശ എന്ന രൂപേന ഒരു കോമഡി എന്ന തമാശ എന്ന രൂപേന എന്താക്കറ് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഈ ആതിഖ ബീബി റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് പാടി എനിക്കത്തെ കവിത എല്ലാം ഉണ്ടല്ലേ അതെന്താക്കറ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് എന്താ പാടി കൊടുക്കുന്നത് ഒരു രസകരമായ ഒരു കാര്യം ആ സന്ദർഭത്തിൽ എന്താ അവിടെ നടക്കുക. പിന്നീട് അങ്ങുമായിട്ടുള്ള നല്ലൊരു ജീവിതം ബഹുമാനപ്പെട്ട ആതിഖ റളിയല്ലാഹുവിനും അതേപോലെ ഉമർ റളിയല്ലാഹുവിനും നടക്കുക. പിന്നീട് എന്താ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന് എന്താ സുബഹി നിസ്കാരത്തെ സന്ദർഭത്തിൽ എന്താണ് കൊല്ലപ്പെട്ടതാണ്. അതായത് കൊല്ലയുടെ സന്ദർഭത്തിൽ ആ സുബഹി നിസ്കാരത്തെ സന്ദർഭത്തിൽ ആ പള്ളിയിൽ ആറുവിക്കട് ബഹുമാനപ്പെട്ട ആതിഖ ബീബി റളിയല്ലാഹു അൻഹ അതായത് നേരെ കാഴ്ചയായിട്ട് കണ്ടതാണ് സ്വന്തം മാപ്പിളെടുത്ത് എന്താ കൊല്ലെടുത്തു. അത്രക്കും
അത്രക്കും ബേജാറിലാണ് പിന്നീട് ബഹുമാനപ്പെട്ട ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹ എന്താവരുത് ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായാൽ പിന്നെ ഒറ്റയായിട്ടാണ് ആര് ജീവിക്കുന്നത്? ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത്. അപ്പോൾ ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹു ഒരു ബാല് കൊടുക്കണോ, ഒരു ജീവിതം കൊടുക്കണോ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു എന്താണ് മൂന്നാമതായിട്ട് മങ്ങിലാവുന്നത്. അപ്പോൾ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു മങ്ങിലാവുന്ന സന്ദർഭത്തിലും ഉമർ റളിയല്ലാഹു അൻഹു എന്ത് കരാറാണ് ആക്കിയത്? അതായത് കടിക്കോ തീര, അതേപോലെ പള്ളി പോകണോ വിടണോ, ഈ ഒരു തീരുമാന കരാർ എഴുതിട്ടിക്കറ്. പക്ഷെ ഇത് ആർക്കും ഇഷ്ടമല്ല. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവും ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹ പള്ളിക്ക് പോകേണ്ടത് എന്താ അത്ര ഇഷ്ടമല്ല. ഈ ഒരു സന്ദർഭത്തിൽ ഒരു രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ കണ്ടെങ്കിൽ ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹ ഒരു നാൾ ഇശാ നിസ്കരിക്കുകയായിട്ട് എവിടേക്ക് പോകേണ്ടതാണ്? മസ്ജിദ് നബവിക്ക് പോകേണ്ടതാണ്. ഈ പോകേണ്ട സന്ദർഭത്തിൽ അതായത് ജാവാണ്, ചിമ്മല്ലേ, ഈ ചിമ്മര ടൈമിലും ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു എന്താക്കറ്, ബഹുമാനപ്പെട്ട ആറ്റിഖ റളിയല്ലാഹു അൻഹയെ ഗൊന്തില്ലാണ്ട്, അതായത് ആറ്റിഖ റളിയല്ലാഹു ഗൊന്തില്ലാത്ത പോലെ എന്താക്കും ചെറിയൊരു തോണ്ടറ് ആരും കാണാത്ത ഒരു ചിമ്മലായിട്ട്, അതായത് ഒരു അന്യപുരുഷൻ തൊട്ടെ പോലെ ആവട്ടെ എന്ന രീതിയിൽ ആരാക്കണത്? ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആക്കണത്. ഇത് സ്വന്തം മാപ്പിളയാണ് ആക്കണത്. പക്ഷെ ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹു എന്തായില്ല, ഇത് ഗൊന്തായില്ല, സ്വന്തം മാപ്പിള ഇങ്ങനെ ആക്കണത്. അപ്പോൾ ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് എന്താക്കുക, റിട്ടേൺ ഔത്തിക ബണ്ട്. അങ്ങനെ ഔത്തുക ബന്നാൽ പിന്നെ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു കേൾക്കറി, എന്ത് നീ പള്ളിക്ക് പോകണില്ലേ, നിസ്കരിക്കുക പോകണില്ലേ? അപ്പോൾ ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹു ചൊല്ലും, പ്രായമൊന്നും സമയമില്ല, ആൾക്കാരൊന്നും സമയമില്ല, അപ്പോൾ ഇപ്പോൾ പോകേണ്ടത് എന്തല്ല ശരിയല്ലാണ്ട് ആര് ചൊല്ലു? ബഹുമാനപ്പെട്ട ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹു ചൊല്ലും. പിന്നെ എന്തായില്ല, ബഹുമാനപ്പെട്ട ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹു എന്താക്കിയില്ല, പള്ളിക്ക് പോയില്ലാണ്ടാണ് ചരിത്രം ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആര് ചൊന്നെങ്കിൽ അഷ്റത്തുൽ മുബശ്ശിറിൽപ്പെട്ട ആളാണ്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വർഗ്ഗത്തേക്ക് പോകണ്ടെങ്കിലത്തെ 10 ആൾക്കാരിൽ ചൊന്നെങ്കിലത്തെ ഒരു സ്വഹാബിയും കൂടിയാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. ആ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് എന്താവുന്നത്, ജമൽ യുദ്ധത്തെ സന്ദർഭത്തിൽ എന്താവുന്നത്, ഷഹീദാവുന്നത്. അതായത് പിന്നീട് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഒരാൾ കൊല്ലൊടുതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു എന്താവുന്നത്, ഷഹീദാവുന്നത്. അതായത് ആറ്റിഖ ബീവി റളിയല്ലാഹു അൻഹ മങ്ങിലായ 3 ആൾക്കാരും എന്താവിടുതാണ്, ഷഹീദാവുന്നതാണ്. 3 കൊല്ലപ്പെടുന്നതാണ്. അബ്ദുല്ലാഹിബിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ്, ഷഹീദായതാണ്, കൊലപ്പെടുത്തിയതാണ്. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ്, കൊലപ്പെടുത്തിയതാണ്. അതേപോലെ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു എന്താണ്, കൊലപ്പെടുത്തിയാണ്. അപ്പൊ ആറ്റിഖ ബീബി ആരെല്ലാം മങ്ങിലവിടെ അങ്ങനെ എന്താവിടുതാണ്, ഷഹീദാവുന്നതാണ്. അപ്പോൾ ഇതിൽ പിന്നാണ് ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹാലോചന ആയിട്ട് ആര് പോണ്ടത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പോണ്ടത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഈ ഒരു വിവാഹാലോചനയായി പോയ സന്ദർഭത്തിലാണ് ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹു ചൊല്ലത്, നണ്ട് നിങ്ങ എന്താവണ്ട, മങ്ങിലാണ്ട് കണ്ട നിങ്ങ എന്താ ഒരു ഷഹീദായി പോവാർ. അപ്പൊ നിങ്ങ ഷഹീദ് അവിടുന്ന് നക്ക് എന്തല്ല ഇഷ്ടമല്ലാണ്ട് ആര് ചൊല്ലത്? അലി റളിയല്ലാഹു അൻഹുട്ടിക്ക് ബഹുമാനപ്പെട്ട ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹു ചൊല്ലത്. അതിൽ പിന്നെ ഒരു തമാശ എന്ന റൂബാൻ അലി റളിയല്ലാഹു അൻഹു ചൊല്ലത്, ആർക്കെങ്കിലും ഷഹാദത്ത് ഇഷ്ടം ഇന്നേണ്ട് കണ്ടെങ്കിൽ, ആരെങ്കിലും ഷഹീദാവുന്നുണ്ട് മനസ്സിൽ നിങ്ങൾ എന്താക്കറു, ബഹുമാനപ്പെട്ട ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹു നിങ്ങൾ എന്താ ഒരു മങ്ങിലാവറുണ്ടാണ് ചൊല്ലത്. എന്നാലും പിന്നീട് ബഹുമാനപ്പെട്ട ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹുടെ 6 മങ്ങിലാവോട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താവോട് പിന്നീട് മങ്ങിലാവോട്. മങ്ങിലാവോട് എന്ന് ചൊന്നെങ്കിൽ ബഹുമാനപ്പെട്ടവർ അത്ര ബുദ്ധിമതിയായത് കൊണ്ടിട്ടും കവിത്രയായത് കൊണ്ടിട്ടും അതേപോലെ ബഹുമാനപ്പെട്ട ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹയോടുള്ള ബഹുമാനം കൊണ്ടിട്ടാണ് 6 മങ്ങിലാവോടത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്താവോട് മങ്ങിലാവോടത്. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിട്ട് പിന്നീട് കർബല യുദ്ധത്തിൽ എന്താവോട് ഷഹീദാവോടത്. അതായത് ഈ കർബല യുദ്ധത്തിൽ ഷഹീദാവുടെ സന്ദർഭത്തിൽ കണ്ണുകൊണ്ട് കണ്ട ആളാണ് ആർ ബഹുമാനപ്പെട്ട ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹ. അപ്പൊ ഏകദേശം ആ സമയത്ത് ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രായമുണ്ട്, വയസ്സായിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്നിട്ട് പിന്നെ ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹ എന്താവിടുന്നു, മദീനത്തേക്ക് എന്താവിടുന്നു ബണ്ടത്. അതായത് ഈ ഒരു കർബലയിൽ നടന്നെങ്കിൽ ആ ഒരു യുദ്ധവും അതേപോലെ കർബലയിൽ നടന്നെങ്കിൽ ആ ഒരു ബേജറും പിന്നീട് നല്ലോണമാണ് ബഹുമാനപ്പെട്ട ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹു എന്തായത് മനസ്സിക്ക് തട്ടിയത്. അതിൽ പിന്നെ നല്ലോണം വിഷമത്തിൽ നല്ലോണം ബേജറിലാണ് ബഹുമാനപ്പെട്ട ആറ്റിഖ റളിയല്ലാഹു അൻഹ എന്നത്. ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹ വലിയൊരു കവിയത്രിയായത് കൊണ്ടിട്ടും ആ ഒരു ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആ ഒരു മരണം ഇല്ലെങ്കിൽ ആ ഒരു ഷഹീദ് കണ്ടിട്ട് ബഹുമാനപ്പെട്ട മഹദി അവർ പാടിയ ഒരു പാട്ടുണ്ട്. അതായത് യോ ഹുസൈനെ ഏത് പ്രകാശം കൊണ്ടാണോ ഈ ലോകം തിളങ്ങിയത്, ഏത് പ്രകാശം കൊണ്ടിട്ടാണ് ഈ ഭൂമി ലോകത്ത് നിങ്ങൾ തിളങ്ങി നിന്നത്, ആള് ഇപ്പൊ മണ്ണരടിയിലല്ലേ ഉള്ളത് ചെന്നിട്ടും ബജാറിൽ ബഹുമാനപ്പെട്ട ആറ്റിഖ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കരുത് പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരു ബൈത്തുണ്ട്. ഈ കർബൽ നടന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട മഹദി നല്ലോണം എന്താക്കി മനസ്സ് ബേജാറാക്കിയിട്ട് അതായത് നല്ലോണം മനസ്സിലത് വിഷമ
വിഷമിപ്പിച്ചിട്ട് ആ ഒരു വിഷമമായിട്ടാണ് പിന്നെ അതേ വാർദ്ധക്യ സഹജമായ രോഗമായിട്ടാണ് പിന്നീട് മഹദി എന്താവുന്നത് ഈ ലോകത്തോടു കൂടി വിട പറഞ്ഞു പോകേണ്ടത്. ഹിജ്റ 62 ബഹുമാനപ്പെട്ട മഹദി അവർ എന്താവുന്നത് വഫാത്താവുന്നത്. അതായത് കർബല യുദ്ധം നടന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മഹദി എന്താവുന്നത് വഫാത്തായിട്ട് പോകേണ്ടത്. ഇത്രയാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ എന്തായത് ഒരു ചരിത്രം ചൊല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടേക്ക് ഞങ്ങൾ എന്താക്കൽ ജന്നാത്തുനായ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടും ചൊന്തുവാർന്നിട്ടും ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ പുതിയൊരു ചരിത്രമായിട്ട് വേണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.